അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ കഥകളിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കുറുക്കൻ്റെ ഒക്കെ കഥ പഠിച്ചല്ലോ. അതുപോലെ വേറൊരു കുഞ്ഞു കഥ ഞാൻ ഇന്നിവിടെ പഠിപ്പിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഈ കഥകൾ പഠിപ്പിച്ച് എന്തിനു തന്നെയെന്നറിയോ? നിങ്ങൾ ഈ കഥകൾ കാണുമ്പോൾ നിങ്ങൾക്ക് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ വായിച്ച് അമ്മേനോടൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. ചെറിയ ചെറിയ ബുക്സ് കിട്ടും. ഇപ്പോൾ ഈ ചെറിയ കാക്കയുടെയും പൂച്ചയുടെയും അല്ലെങ്കിൽ കുറുക്കൻ്റെയും ഒക്കെ കുഞ്ഞു കുഞ്ഞു കഥകൾ. ഇതൊക്കെ നിങ്ങൾക്കൊരു ശീലമായി കഴിഞ്ഞാൽ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ അങ്ങ് കുറയും. മിസ്സുമാരുണ്ടല്ലോ ഇംഗ്ലീഷിനൊക്കെ ഒരു 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോൾ 10th ഒക്കെ എത്തുമ്പോഴേക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ മാർക്ക് അങ്ങ് കുറക്കും. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ വായന നിർബന്ധമായിട്ടും വേണ്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിയാവാനായിട്ട് വളർന്ന് നല്ലൊരു കുട്ടിയാവാനൊക്കെ ആയിട്ട് നമുക്ക് ഈ വായന ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ ഇത് കാണുന്ന അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കഥകൾ പഠിക്കുക. കാരണം ഞാൻ മറ്റേ ചാനൽ, അതായത് എൻ്റെ മെയിൻ ചാനലിൽ എടുക്കുന്ന കഥകൾ ഇത്തിരി കൂടി വലുതായിരിക്കും, അഡൽസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ കഥകളെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കുഞ്ഞു കഥകളായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് ബിഗിനേഴ്സിനും ഈ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ദി ക്ലൗഡ് ദാറ്റ് കുഡിന്റ് റെയിൻ എന്നാണ് കേട്ടോ. അതായത് ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ക്ലൗഡ്, കാർമേഘം അല്ലേ? മഴ പെയ്യാൻ പോകുന്നതിന് മുന്നായിട്ടുള്ളൊരു മേഘം ഉണ്ടല്ലോ, ഒരു കറുത്തിരണ്ട ഒരു അവസ്ഥ. അപ്പം മേഘത്തേക്ക് നോക്കിയിട്ടുണ്ടോ? ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ? നല്ല കറുത്തിരണ്ടിരിക്കും അല്ലേ? അപ്പം ഈ കറുത്തിരണ്ട ആകാശത്തിനെ, കാർമേഘത്തിനെ നമ്മൾ പറയുന്നതാണ് ഇംഗ്ലീഷിൽ ക്ലൗഡ് എന്ന് കേട്ടോ. ദ ക്ലൗഡ് ദാറ്റ് കുഡിന്റ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ. കുഡിന്റ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യാൻ കഴിയാത്ത കാർമേഘം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മഴ പെയ്യാനല്ലേ അല്ലേ? മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ് കാർമേഘം വരുന്നതല്ലേ? അപ്പോൾ ഈ കാർമേഘം ഉണ്ടല്ലോ, നമ്മുടെ ഈ കഥയിലെ കാർമേഘം, ഈ കാർമേഘത്തിന് മഴ പെയ്യാനായിട്ട് കഴിയില്ല, മഴ പെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനത്തെ ഒരു കാർമേഘത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ കഥ കേട്ടോ. There once was a little cloud named Puffy who lived high in the sky എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തെ ഒരു പഫി എന്ന് പറയുന്ന ഒരു കാർമേഘം ഉണ്ടായിരുന്നു. ആ കാർമേഘം ഈ ആകാശത്തിൻ്റെ മേളിലായിട്ട്, ഹൈ ഇൻ ദി സ്കൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം, ഈ ആകാശത്തിൻ്റെ മേളിലായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. All the other clouds could rain and water the flowers, but the puffy couldn't എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദി അതർ ക്ലൗഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൗഡ്സ് അല്ലാതെ മറ്റെല്ലാ ക്ലൗഡ്സിനും എന്ത് പറ്റും? കുഡ് റെയിൻ, മഴ പെയ്യാനായിട്ട് സാധിക്കും. കുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കുക. സോ കുഡ് റെയിൻ, മഴ പെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വാട്ടർ ദി ഫ്ലവേഴ്സ്, ഓക്കെ, ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളെ നനയ്ക്കാനായിട്ട്, വാട്ടർ ചെയ്യാനായിട്ട് അല്ലേ? പൂക്കൾക്ക് വെള്ളം കിട്ടുന്ന എപ്പോഴാണ്? മഴ പെയ്യുമ്പോഴല്ലേ? അപ്പോൾ ഇങ്ങനെ പൂക്കൾക്ക് വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ പഫിക്ക് മാത്രം എന്തില്ല? പഫിക്ക് ഇതിനൊന്നും സാധിക്കില്ല. ബട്ട് പഫി കുഡിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല, സാധിക്കില്ല എന്നാണ് കേട്ടോ. വൺ ഡേ a thirsty flower looked up and smiled at Puffy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തേഴ്സ്റ്റി ഫ്ലവർ, തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭയങ്കര ദാഹിച്ചിട്ടുള്ള കേട്ടോ, ഭയങ്കര ദാഹിച്ചിട്ടുള്ള ഒരു ഫ്ലവർ എന്ത് ചെയ്തു? ലുക്ക്ഡ് അപ്പ്, മേളിലേക്ക് നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പഫീനെ നോക്കിയിട്ട് സ്മൈൽ ചെയ്തു, പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞേ, ഇറ്റ്സ് ഓക്കെ, വൺ ഡ്രോപ്പ് ഇസ് എനഫ് ടു മേക്ക് മീ ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു തുള്ളി മതി എന്നെ സന്തോഷവതിയാക്കാൻ. കാരണം എന്താ? ആ ഫ്ലവർ ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ് അല്ലേ? അത്ര ദാഹിച്ചിരിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് പോലും നമുക്ക് സന്തോഷം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ ദാഹിച്ചിരിക്കുന്ന ഈ ഫ്ലവർ ഈ ക്ലൗഡിനെ നോക്കി, കാർമേഘത്തെ നോക്കി പറയാണ്, അത് കുഴപ്പമില്ല, എ സിംഗിൾ ഡ്രോപ്പ് അല്ലെങ്കിൽ എ ഡ്രോപ്പ് ക്യാൻ മേക്ക് മീ ഹാപ്പി, എന്നെ ഒരു ഡ്രോപ്പ് മതി എന്നെ സന്തോഷവതിയാക്കാൻ. മേക്ക് മീ ഹാപ്പി എന്ന് പറയുമ്പോൾ എന്താർത്ഥം? എന്നെ സന്തോഷവതിയാക്കാൻ, മേക്ക് മീ ഹാപ്പി, എന്നെ സന്തോഷമുള്ളതാക്കാൻ എന്നാണ് കേട്ടോ. പഫി സ്മൈൽഡ് മോർ വൈഡ് that he made more drops, much more drops എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഈ പഫി എന്ത് ചെയ്തു? വൈഡായിട്ട് ചിരിച്ചു. സ്മൈൽഡ് വൈഡായിട്ട് ചിരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? കുറച്ചധികം ഡ്രോപ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ. മച്ച് മോർ ഡ്രോപ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? വരാൻ തുടങ്ങി. And soon he was raining gently over the whole garden. Whole garden എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ആ മുഴുവൻ ഗാർഡനിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ജെൻലി, നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ, പെട്ടെന്ന് തന്നെ. From that day on,
പഫി ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ്. അന്ന് തൊട്ട്, അതായത് ഫ്രം ദാറ്റ് ഡേ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം തൊട്ട്, ഓൺവേർഡ്സ് എന്നുള്ളതിൻ്റെ നമ്മളൊരു ഷോർട്ടാക്കി പറയുന്നതാണ്. ഫ്രം ദാറ്റ് ഡേ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം തൊട്ട് പഫി ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ്, അതായത് പഫീനെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങിയത്. പഫിയുടെ കുഴപ്പമായിരുന്നില്ല, ആ ഒരു എന്താണ് എനിക്ക് പറ്റുമോ എന്നുള്ള ആ ഒരു പേടി കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു തുള്ളി മതി എന്നൊരു ഫ്ലവർ പറഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു, ഇതിനെ കൊടുക്കാനായിട്ട് ഈ പഫിക്ക് അങ്ങ് അല്ലെങ്കിൽ പഫിക്ക് അങ്ങ് മഴ പെയ്യാനായിട്ട് അങ്ങ് സാധിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പം അന്ന് മുതൽ ഫ്രം ദാറ്റ് ഡേ ഓൺ, ആ ദിവസം മുതൽ പഫി ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ്, പഫീനെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, വിശ്വസിക്കാൻ തുടങ്ങി. ബിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. ആൻഡ് whenever you see a little rain, it might be Puffy saying hello എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ കുഞ്ഞു മഴകൾ കാണുമ്പോഴേ ചിലപ്പോൾ അത് പഫി ആയിരിക്കും എന്താണ് നിങ്ങളോട് ഹലോ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർമേഘമാണ്. കാർമേഘം എന്ന് പറയുമ്പോൾ ക്ലൗഡ് കേട്ടോ. ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമേഘം എന്നർത്ഥം. കാർമേഘം എവിടെ ഇരിക്കുന്നത്? ഹൈ ഇൻ ദി സ്കൈ, സ്കൈയുടെ മേളിലായിട്ടാണ് ഇരിക്കുന്നത് ഈ കാർമേഘം. ഈ കാർമേഘത്തിന് എന്ത് പറ്റില്ല? മഴ പറ്റില്ല. കുഡിൻ റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, ഒരു സൺഫ്ലവർ ലുക്ഡ് അപ്പ്, മുകളിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്തു, സ്മൈൽഡ് അറ്റ് പഫി, അല്ലേ, ചിരിച്ചു. പഫീനെ നോക്കിയിട്ട് ചിരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് ഒരു ഡ്രോപ്പ് മതി, അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? 1 drop is enough എന്നാ പറഞ്ഞേ. ഇനഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. 1 drop is enough എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഡ്രോപ്പ് മതി ടു മേക്ക് മീ ഹാപ്പി, എന്നെ സന്തോഷവതിയാക്കാനായിട്ട് ഒരൊറ്റ ഡ്രോപ്പ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഈ കാർമേഘത്തിന്, ഈ പഫിക്ക് ഭയങ്കര സന്തോഷമായി. കാർമേഘം എന്ത് ചെയ്തു? സ്മൈൽഡ് വൈഡായിട്ട് അങ്ങ് ചിരിച്ചപ്പോൾ എന്ത് പറ്റി? മോർ ഡ്രോപ്സ് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ആ ഹോൾ ഗാർഡനിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? മഴ പെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. റെയിനിങ് ജെന്റ്ലി. മൊത്തം എന്ത് ചെയ്തു? ആ ഹോൾ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ മുഴുവൻ ഗാർഡനിലേക്കും എന്ത് ചെയ്തു? മഴ പെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ എന്നിട്ട് ഈ കാർമേഘം എന്ത് മനസ്സിലാക്കി എന്ന് മുതൽ ഫ്രം ദാറ്റ് ഡേ ഓൺ മീൻസ് ആ ദിവസം മുതൽ, ഈ വാക്കുകളൊക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ പറയുന്നത് കേട്ടോ. ഫ്രം ദാറ്റ് ഡേ ഓൺ, ആ ദിവസം മുതൽ എന്ത് ചെയ്തു? ഈ കാർമേഘം ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ്, പഫി ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ്. ബിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക, അവനിൽ തന്നെ വിശ്വസിച്ചു. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ലിറ്റിൽ റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മഴ പെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് ബി, ആയിരിക്കാം എന്ന് പറയുന്നതാണ് ഈ മൈറ്റ് ബി കേട്ടോ. ഇറ്റ് മൈറ്റ് ബി പഫി, അത് പഫി ആയിരിക്കാം. ഓക്കെ, ആയിരിക്കാം, നമുക്ക് ഉറപ്പൊന്നുമില്ലാത്ത കാര്യമല്ലേ, വെറുതെ ഉള്ളൊരു കഥയല്ലേ, സത്യമുള്ള കഥയൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ മൈറ്റ് ബി എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് മൈറ്റ് ബി പഫി, അത് പഫി ആയിരിക്കാം. സെയിങ് ഹലോ നിങ്ങളോട് പറയുന്നതായിരിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതുപോലുള്ള വാക്കുകളുടെയൊക്കെ അർത്ഥങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ആ കഥയൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കുറച്ച് കഥകൾ ഉണ്ടാക്കി നോക്കി. ഇതുപോലെ കുഞ്ഞു കഥകൾ. അത് നിങ്ങളുടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങും അതുപോലെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ കുഞ്ഞിലേക്ക് ഇതുപോലെ കുഞ്ഞു കഥകൾ, ഇപ്പം നമുക്ക് ഒരുപാട് കഥകളൊന്നുമല്ല, ഞാൻ പറഞ്ഞാൽ ഒരു 6-7 സെൻറ്റൻസിൽ വരുന്ന കഥകൾ എഴുതുമായിരുന്നു. അത് നമ്മളെ ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക. അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത കഥയായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.